ഹലോ ഓൾ, നമ്മളിന്ന് UAE പാതുവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റാസൽ ഖൈമയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആൻ്റണി ഓഫ് പാതുവ ചർച്ചിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരുപാട് ദൂരം ഷാർജയിൽ നിന്ന് പോന്നു. അതും അപ്പുറത്തും വിജനമായിട്ടുള്ള മരുഭൂമിയായിരുന്നു. വന്നിട്ടുള്ളത് റാസൽ ഖൈമയിലെ സെൻറ്റ് ആൻ്റണി ചർച്ചിലാണ്. സെൻറ്റ് ആൻ്റണി ഓഫ് പാതുവ റോമൻ കാത്തലിക് ചർച്ച് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു. 10-64 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷേ നമുക്കൊരു 120-130 സ്പീഡിൽ നമ്മൾ ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവറിൽ നമ്മളിവിടെ എത്തിയായിരുന്നു. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ് റാസൽ ഖൈമയിലുള്ള. നമുക്കിവിടെ ബാക്കിൽ നമുക്കൊരു ക്രിസ്മസ് സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ നല്ല വെളിച്ചമായിരിക്കും, ലൈറ്റായിരിക്കും. അവിടെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്തൊക്കെ മരുഭൂമിയുടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണിത്. ഇനി നമുക്ക് പള്ളിയുടെ ഒരു വ്യൂ കാണാം. സെൻറ്റ് ആൻ്റണി ഓഫ് പാതുവ കാത്തലിക് ചർച്ച് റാസൽ ഖൈമ UAE. പള്ളിയാണ്. ഇപ്പൊ ഇതിന്റെ സൈഡും ആർക്കിടെക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. നല്ല നീളമുണ്ട്, വീതിയുണ്ട്. ഇപ്പൊ നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് സൈഡിൽ കൂടെയാണ് കാരണം ഫ്രണ്ടില് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 2025 സെപ്റ്റംബറിൽ വിശുദ്ധനാക്കപ്പെട്ട സെൻറ്റ് കാർലോ അക്യൂട്ടസിൻ്റെ മനോഹരമായിട്ടുള്ള സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഫസ്റ്റ് മില്ലേനിയൽ സെയിൻറ്റ് എന്നറിയപ്പെടുന്ന വിശുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്ചു ഉള്ളത് എല്ലാവർക്കും ഒരു എൻകറേജ്മെൻ്റ് ആണ്. ഇത് സിമിട്രി പോലെയുള്ളൊരു സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 2025 എന്ന് വലുതാക്കി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മഹാജൂബിലി വർഷം പോലെയാണ് 2025 ജൂബിലി ഇയറിൻ്റെ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഓപ്പൺ സ്പേസ് ആണ്. പള്ളിയകം തന്നെ വലുതാണ്. അതുകൂടാതെ ഒരുപാട് പേർക്ക്, എത്ര പേർക്ക് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്.